ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു ചെറിയ വൺ ഡേ ടൂർ പോകാമെന്ന് വിചാരിക്കുന്നു. വൺ ഡേ അല്ല, 2 days ആക്ച്വലി. ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വീനയിൽ മെയിൻ സ്റ്റേഷൻ വീൻ ഹൗപ്പാനോഫിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഹംഗേറിയിൽ ഗ്യോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ട്രെയിന്. ഞാനും എൻ്റെ മോളും കൂടെയാണ് എൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോണേ. ഓക്കെ, അത് പോണത് ബുഡാപെസ്റ്റിലേക്കാണ് പോണത്. കണ്ടോ, ബുഡാപെസ്റ്റാവും ഹംഗേറിയിൽ ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ പോണത് ഗ്യോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ വീണ മെയിൻ സ്റ്റേഷനിലുണ്ട്. ഒറ്റ കൂടെ എടുക്കണു. ഓക്കെ, അപ്പോൾ വഴിയിൽ എന്നിട്ട് ഗ്യോറിൽ ഞാൻ പോയിട്ട് കുറേ കാലമായി. ഗ്യോറിലെത്തിയിട്ട് അവിടെ എന്താ പറയുക, എന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ട് ഉള്ളത്. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ അല്ലേ, ഇപ്പോൾ അവിടെ നല്ല സമയമൊക്കെ ആയിരിക്കും. ഞാനും ഒത്തിരി ഈഗർലിയാണ് കുറേയായി കണ്ടിട്ട് ഭാഗമൊക്കെ പോയിട്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളായിട്ട് എല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രണ്ടാളും ട്രെയിനിൽ കയറി, ഞാൻ എൻ്റെ ഡോട്ടറും കൂടെ. മെയിൻ സ്റ്റേഷനിൽ നിന്ന് വിട്ടു. ഇവിടെ നിന്ന് നിയർലി 1.5 hours ട്രാവലുണ്ട് ട്രെയിനിൽ. അപ്പോൾ ഗ്യോറിലെത്തിയിട്ട് കാണാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് പറ്റാവുന്നോളം വീണ സിറ്റി എടുക്കട്ടെ. ഗ്യോർ എന്ന് പറയുന്നത് ഹംഗേറിയിലുള്ളതാണ്. യൂറോപ്പിലെ ഒരു കൺട്രിയാണ് ഹംഗേറിയിലുള്ള ഗ്യോറിലാണ് നമ്മളിപ്പോൾ പോണത്. ബ്യൂട്ടിഫുൾ സൺറൈസ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു സന്തോഷമാണല്ലോ. മനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ടിങ്ങനെ ട്രെയിനിൽ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമല്ലേ. എനിക്ക് ബ്യൂട്ടിഫുൾ സൺറൈസ് കാണുന്നുണ്ട്. സൺഷൈൻ എത്ര കണ്ടാലും മതി വരുന്നില്ല. ഒരു 1/2 hour ട്രാവലും കൂടെ ഉള്ളൂ. നമ്മൾ ഗ്യോറിലെത്തും. റേജിയോ ജെറ്റിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യണത്. ഞാനും മോളും കൂടെ ഈ റേജിയോ ജെറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ടിക്കറ്റ്സ് ഒത്തിരി ലാഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രം ടു 20 euros തന്നെ ആയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്. സ്പാർഷിനെ ടിക്കറ്റിനേക്കാൾ ഒത്തിരി ചീപ്പായിട്ട് എനിക്ക് തോന്നി. 20 euros വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നി. ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. ട്രെയിനിലിങ്ങനെ കുടിക്കാൻ വെള്ളമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഓസ്ട്രിയ ഹംഗേറി ബോർഡറിലെത്തി. ഹേഗെ ഷാലോം എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഇവിടുത്തെ ട്രെയിനൊക്കെ കണ്ടോ, ട്രെയിനും février 2023. Et on va être là le 22 mars. Et déjà, je suis pas le 1er le 2 mars. Era per il terzo mi faccio Voglio sai da
ഹംഗറി ലാംഗ്വേജ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. നമ്മളിപ്പോൾ ഹേഗി ഷാലോം എന്ന് പറഞ്ഞതാണ് ബോർഡർ. ഓസ്ട്രിയക്കും ഹംഗേറിക്കുള്ള ബോർഡറാണിത്, ഹേഗി ഷാലോം. അപ്പോൾ ഹംഗേറി എത്തിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഹംഗേറിയാണ്. ഞങ്ങൾക്ക് ഇനി 2 സ്റ്റോപ്പും കൂടെ ഉണ്ട്, മോഷൻ മഗിയറോവ പിന്നെ ഗ്യോർ. അവിടെ ഇറങ്ങിയിട്ട് അടുത്തത് കേൾക്കാം കേട്ടോ. ഇവിടെ ട്രെയിനിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ചെക്കിങ് വരുന്ന ആൾക്കാർ വിളിച്ച് പറയുന്നതാണ്, ഇനി ഇന്ന സ്റ്റോപ്പ്, ഈ സ്റ്റോപ്പൊക്കെ ഉണ്ട്, ഇന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ച് പറയുന്നത്. ഹംഗേറി സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. രസമുണ്ടല്ലേ. ഗ്ലാസ്സിലൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാര്യമായിട്ട് കാണണ്ടാവില്ല. എന്നാലും അങ്ങനെ ഹംഗേറിയിൽ ഗിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗിയർ GYUR എന്ന് പറഞ്ഞ ആറിന് എഴുതിയിട്ടില്ല ഞാൻ, ഗിയർ. ഓക്കെ, സ്റ്റോപ്പിലൊന്നും എത്തി. ഹംഗേറിയിൽ റെയിൽവേ സ്റ്റേഷൻ അല്ല. നല്ലൊരു പള്ളിയുടെ മുമ്പിലാണ് ഞങ്ങൾ. എന്താണ് ഇന്ന് booking.com വഴി ഒരു മുറിയൊക്കെ ബുക്ക് ചെയ്തു. നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് 2 മണിക്ക് ശേഷമാണ് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, 12 ഡിഗ്രീസ് അതുപോലൊക്കെ ഉണ്ട്. നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ ഉള്ള ഒരു പെൻഷൻ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അവിടെയുള്ളൊരു പള്ളിയാണത്. ഹംഗേറിയിൽ ഇതൊക്കെയാണ് രസം കാണാൻ. ഇങ്ങനെ പള്ളികളും അവർ സ്ഥലം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. കണ്ടോ, ഇതൊക്കെ പഴയ പണ്ടത്തെ കാലത്ത് ക്ലോക്കാണ്. ആ പഴമ മെയിൻറ്റെയിൻ ചെയ്യാതാണ് ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി. ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ. ഇതുപോലെ ക്രിസ്മസ് മാർക്കറ്റാണ് ഇത് കേട്ടോ. ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റാണെന്ന് തോന്നുന്നു ഇവിടെ. ഇപ്പം എല്ലാം പൂട്ടിയിട്ടുണ്ട്, പക്ഷേ ചെറിയ ചെറിയ കടകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നില്ലേ. ഈവനിങ് ഇതൊക്കെ നല്ല രസമായിരിക്കും തോന്നുന്നുണ്ട്. ലേംസ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോകാമെന്ന് വിചാരിക്കുന്നു. സ്പാർ നോക്കാം. ഒരു മാർക്കറ്റിലെത്തി. ഇവിടുത്തെ കറൻസിയുടെ പേര് ഫോറിൻറ്റ് എന്നാണ്. ഫോറിൻറ്റ്. അപ്പോൾ ഒരു 100 യൂറോന് 412 ഫോറിൻറ്റ് എന്ന് പറയുന്നത്.
ഡിഫറെൻറ്റ് ടൈപ്സ് മത്തങ്ങ കണ്ടോ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രെഡ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ സാധനം എന്താണ് പനറ്റോണ്, ഇതാണ് ഈ ക്രിസ്മസ് ടൈമിൽ വരുന്ന കേക്കാണ്. ക്രിസ്മസ് കേക്കാണ് സോറി, ഇതൊക്കെ ക്രിസ്മസ് കേക്കാണ്. ഓ എനിക്ക് ഓരോ ഭാഷ ഇതുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രെഡ് ഇവിടെയും ഹംഗറിയിൽ ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി അവരുടെ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രെഡ്സ് ഉണ്ടാവും. കുറേ ഇത്രയും ടൈപ്സ് ഓസ്ട്രേലിയ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കിട്ടും കുറേ ടൈപ്പ് ബ്രെഡുകൾ. നാട്ടിൽ നേന്ത്രക്കായ കൂടെ വരുന്നുണ്ട് കണ്ടോ. അവക്കാഡോ, ചെമ്മരിയാട്, പിന്നെന്താ മാട്ടിറച്ചി, കോഴിയിറച്ചി, അങ്ങനെയെല്ലാം ഉണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് ചോക്ലേറ്റ്സ്, സാന്റാക്ലോസിൻ്റെ ചോക്ലേറ്റ്സ്. It's nice. It's nice, yeah. Only in Max ham? Rani edto. Yeah. Christmas starting the advent calendar in the advent calendar. $10,279 foreign സാധനം മേടിച്ചത്. അതായത് അപ്രോക്സിമേറ്റ് ഒരു 23 euros, 24 euros വരും. Könnte bis daher noch. Ja. Eigentlich ein bisschen oben zur Stadt noch. Ja. പിന്നെ വാക്കിംഗ് പോകാൻ നല്ല രസമല്ലേ. ഒരു ബ്രിഡ്ജാണ്, ബ്രിഡ്ജിലൂടെ ഇങ്ങനെ. സോ ബ്യൂട്ടിഫുൾ വ്യൂ. ഒരു 12 ഡിഗ്രീസ് എന്തൊക്കെയുണ്ട്. നടക്കാനൊക്കെ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് ഒന്നും പറ്റില്ല. നല്ല സമ്മറിൽ ഇവിടെ ആൾക്കാർ സ്വിമ്മിങ് ചെയ്യുന്നൊക്കെ പറയുന്നു. ഇപ്പോൾ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് ഹോട്ടൽ. ഇത് booking.com വഴി ചെയ്തതാണ്. ഉള്ളിൽ പോയി കാണിച്ചു തരാം കേട്ടോ. സോ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ മുറിയിലെത്തി. കണ്ടോ, ഇവിടെ ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു ബെഡുണ്ട്. ആൻഡ് ഉള്ളിൽ
ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. സൂപ്പറാ. ഹീറ്റർ എല്ലാം ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാം ഉണ്ട്. ടോയ്ലറ്റ്, ബാത്റൂം എല്ലാം ഉണ്ട്. ഇതിന് എന്താ പറയുക, ഈ booking.com വഴി ബുക്ക് ചെയ്തതാണ് ഇത്. പെർ നൈറ്റ് 45 യൂറോസാണ്, 46 യൂറോസാണ്. അങ്ങനെ സൂപ്പറായിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. നോർമൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തപ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ booking.com വഴി ചെയ്തപ്പോൾ ഒത്തിരി ഉപയോഗമായിട്ടോ. നല്ല ഇതായിട്ടുണ്ട്. നല്ല ഹോട്ടലാണ്, നല്ല ഹാഫ് പെൻഷൻ ഹോട്ടലാണ്, നല്ലതാണ്. TV എല്ലാം ഉണ്ട്. സൂപ്പർ. ഒരു ഈവനിങ് വാക്ക് വന്നു, നോക്കിയപ്പോൾ ഇതൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻ, ക്രിസ്മസ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല, സ്ലോലി വരുന്നേ ഉള്ളൂ. പക്ഷേ ഈവനിങ്ങിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 5:45 PM ആയിട്ടേ ഉള്ളൂ. അറിയാമല്ലോ, വിൻ്ററിൽ 4 മണിക്കൊക്കെ ഇരുട്ടി പോവും. ബ്യൂട്ടിഫുൾ സ്നേഹമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഐസിൽ ഉണ്ടാക്കുന്നതാണ് സാധാരണ. ഇപ്പോൾ ഇത് ഐസല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് പ്ലാസ്റ്റിക്കിലാന്ന് തോന്നുന്നു. സാധാരണ ഐസിലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. നല്ലപോലെ ഐസ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ കളിച്ചുണ്ടാക്കും. കുട്ടികളല്ല, വലിയവരെല്ലാവരും ചെയ്യുന്നതാണ്. ക്രിസ്മസ് ടൈമിൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. സ്നേഹമാൻ, ഐസ് മാൻ എന്ന് പറയാമല്ലേ. ഇവിടെ കളികൾ കണ്ടോ, ഐസ് ലോഫ് എന്ന് പറയും. ഇത് പ്ലാസ്റ്റിക്കിലുള്ള ഇത് ഐസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ എന്താ പറയുക, നേച്ചുറൽ ഐസ് അല്ല, ആർട്ടിഫിഷ്യൽ ഐസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വിൻ്റർ സ്പോർട്ടാണ് ഇതൊക്കെ, പിള്ളേർക്ക് കളിക്കാൻ, ഐസിൽ കളിക്കാനുള്ള ഐസ് ലോഫ്. അതെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ തനിയെ ഷൂ ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, കാണുന്നുണ്ടല്ലോ, തനിയെ ഷൂ ഉണ്ട്. അവിടെ മേടിക്കാൻ കിട്ടും മുമ്പിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാം. സൂപ്പറല്ലേ, നല്ല ഫീല്. കുറേ നടന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു. ഞാൻ വന്നിട്ട് ഒരു കൊറിയാൻഡർ നൂഡിലാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോയുടെ ചിപ്സാണ്, സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സാണ്. ഇത് എൻ്റെ ഡോക്ടർ ഇതൊക്കെ ടിപ്പിക്കൽ ഹംഗേറി ഭക്ഷണം. എന്തായിരുന്നു പേര്? സിഗോയിന ബ്രാത്ത് എന്നാണ് പേര്. ഫ്രണ്ട് ഇവിടെ ഓർഡർ കൊടുത്തത് ഒരു ബർഗറാണ്, ഞങ്ങളുടെ ഫ്രണ്ട്. ഇത് വന്നിട്ട് ആപ്പിൾ ജ്യൂസാണ്. എല്ലാവരും ആപ്പിൾ ജ്യൂസ് എടുത്തു. അങ്ങനെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ച് എനിക്ക് കിടന്നുറങ്ങാൻ പോണു. പിന്നെ നാളെ കാണാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. സെക്കൻഡ് ഡേ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മുറി കാണിച്ചു തരാം കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ട്രാ നമ്മൾ €6 കൊടുക്കണം. €6 പെർ പേഴ്സൺ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്മോൾ റൂമുണ്ട്, അതിലെല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ബ്രെഡ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ജാം, മുട്ട പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്, ജ്യൂസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ജ്യൂസസ്, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ പാലുണ്ട്, ബട്ടർ, ചീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ചീസസ് ഉണ്ട്, വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ് ഇങ്ങനെ കുക്കുംബർ, എന്താ പറയുക, പാപ്രിക്ക, ടൊമാറ്റോസ്, ചെറി ടൊമാറ്റോസ്, പിന്നെ ഇതൊക്കെ സ്മോൾ ഷിങ്ക് എന്ന് പറയുക. ചീസ്, ഇതൊരു വേറെ ചീസാണ്. ഇത് ടിപ്പിക്കൽ ഇതൊക്കെ ടിപ്പിക്കൽ ഹംഗേറി സലാമിയാണ്. ഓക്കെ, അടച്ചു വയ്ക്കട്ടെ. പിന്നെ ഇതാ കോഫി കുടിക്കാനായിട്ട് ഉള്ളതൊക്കെ. കോഫി ഓട്ടോമാറ്റ് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം. ഓക്കെ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സ്മോൾ കിച്ചൺ, നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ കോൺഫ്ലെക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് കോൺഫ്ലെക്സ് ഉണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്രൂട്ട്സ്. നല്ല സ്മോൾ ബുഫേ പോലെയാണ്, എന്നാലും നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുള്ള ബിസിയിലാണ്. ഓക്കെ, അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യട്ടെ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ. ഇന്നലെ കണ്ടപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു, ഇന്നിപ്പോൾ ഓപ്പണാണ്. അപ്പോൾ പള്ളിയുടെ ഉള്ളൊന്ന് കയറാമെന്ന് വിചാരിച്ചു. മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ. അമ്മേ, കാത്തോളണമേ. സൂപ്പറായിട്ടില്ലേ? മുകളിൽ ഹാൻഡ് വർക്കൊക്കെ നോക്കൂട്ടോ, എന്ത് രസമാണ്.
എന്ത് നിശബ്ദമാണല്ലേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, സമാധാനം അല്ലേ. അത് എസ്പെഷ്യലി ഈ ക്രിസ്മസ് ടൈമിലൊക്കെ ഒത്തിരി രസമാണ്. ഹംഗേറിയിലെ ആൾക്കാരൊക്കെ ആ ട്രഡീഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും അവർ. രസമുണ്ട്. ഇന്നിപ്പോൾ വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നല്ലൊരു സന്തോഷമുണ്ട്. ഹംഗേറി ലാംഗ്വേജിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഗിയറിൽ ഒരു വലിയ മാർട്ട് ഹാള് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം കിട്ടുന്നു. കുറേയൊക്കെ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി, എനിക്ക് അറിയില്ലായിരുന്നു. 12 o'clock 1 o'clock അവർ അടയ്ക്കും തോന്നുന്നുണ്ട്. പക്ഷെ അത് അത്യാവശ്യം കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്, ഓപ്പണാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഇവിടെ ഹണിയൊക്കെ കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ സൂപ്പറാണല്ലേ, ക്രിസ്മസ് ഹാൻഡ് വർക്ക്സ് ഇതൊക്കെ. പ്ലാസ്റ്റിക്കിലെ ക്രിസ്മസ് ട്രീസ്. നല്ല എരിവുള്ള മുളക് കൊണ്ടിട്ടുള്ള ഒരു ഹാരം ഉണ്ടോ? ഉണക്ക മുളക് കൊണ്ടിട്ടുള്ളൊരു മാല, രസമുണ്ടല്ലോ. ആൽമാന്ന് എഴുതിയിട്ടുണ്ട്. ആൽമാന്ന് പറഞ്ഞ ആപ്പിള്, വലിയ ആപ്പിളല്ലേ, വലിയ ആപ്പിളുണ്ട്. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന സെല്ലറാണിത്. സെല്ലറി എന്ന് പറയും ഇവിടെ, സെല്ലർ. പർപ്പിൾ കളർ, ഇങ്ങനത്തെ ഡാർക്ക് കളർ ഉരുളക്കിഴങ്ങ് കണ്ടോ? ഉരുളക്കിഴങ്ങ് അത് കണ്ടോ? പംകിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് പംകിൻസ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് കുറേ തരത്തിലുണ്ട്. ഇതാ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടേറ്റോ. രസമുണ്ട് മാർക്കറ്റ്, വലിയ മാർക്കറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് നൂഡിൽസ്. കണ്ടാലും കണ്ടാലും കൊതി തീരൂല കണ്ണനിൻ പേരത്. ചെറിയ ഉള്ളി.
ഡിഫറെൻറ്റ് ടൈപ്സ് ആപ്പിൾസ് കണ്ടോ. ക്യാപ്സിക്കം ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത് പെയർസ് ആണെന്ന് തോന്നുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് പെയർസ്. ഞങ്ങൾ ഇത്രയും മേടിച്ചു കേട്ടോ. യെല്ലോ കളർ ആപ്പിൾ, വയലറ്റ് കളർ ഉരുളക്കിഴങ്ങ്, ഇത്രയും കൂടെ മേടിച്ചു കേട്ടോ. ബിപിൽ വാട്ട്? Ja, okay. Wat is dat? Dit is een petit frère. $4,878 ഫോറിൻ ടൈ, അതായത് 412 €1. അപ്പോൾ നിയർലി 3-4 ആയിക്കാണെന്ന് വിചാരിക്കുന്നു. 400 അല്ല 3,000 ഇത് പറഞ്ഞ എത്ര ഫോറിൻറ്റാ? 10 euro. സോ 10 euros അത്രയ്ക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നൈസ് അല്ലേ, ഒരു വ്യത്യാസമായിട്ടില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടമായി. ഒരു വലിയ മാർക്കറ്റാണ്, അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട്. വലിയ മാർക്കറ്റാണ്, വലിയ മാർക്കറ്റ് ഹാളാണ്. രസമുണ്ട്. ഓക്കേ, ഹലോ ഡിയേഴ്സ്, ഞങ്ങളിവിടെ റാബർ തെർമാലിൽ വന്നിട്ടുണ്ട്. തെർമാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, വിൻ്ററിൽ നമുക്കിവിടെ തെർമൽ ചൂടുവെള്ളം കൊണ്ട് മസാജ് ചെയ്യാനും ചൂടുവെള്ളത്തിന് ഉള്ള കളികൾ, പിള്ളേർക്ക് ഇവിടെ കളികളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. റാബർ തെർമൽ ഗേറിൽ ഒത്തിരി ഫേമസ് ആണ്. ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് ഇപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. എന്തൊക്കെയുള്ളതെന്ന് കാണുന്നൊക്കെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൗണ്ടറിൽ വന്ന പാടെ നമ്മൾ പേ ചെയ്യണം. ആദ്യം പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വാച്ച് കിട്ടും. ആ വാച്ചിന് ഇവിടെ അങ്ങോട്ട് വെച്ചാൽ മതി. നമ്മുടെ കബോർഡിൻ്റെ നമ്പർ ഏതാണെന്ന് കാണിക്കും കണ്ടോ. എൻ്റെ 296 ആണ്. അപ്പം ഞാൻ 296 എൻ്റെ കബോർഡ് എവിടെയാണ് തരയണം. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ മാറി, ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഉള്ളിൽ പോകാൻ പാടുള്ളൂ. പിന്നെ അപ്പുറത്ത് എക്സ്ട്രാ കബോർഡുകളുണ്ട്. വാല്യുബിൾ തിങ്സ് ഉണ്ടെങ്കിൽ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഇത് ചൂടുവെള്ളം ഇങ്ങനെ വരും. നമുക്കിരുന്ന് മസാജൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. പിള്ളേർക്കത് കളിക്കാനുള്ള ഇങ്ങനെ ഉള്ളിൽ കയറി ഇങ്ങനെ വഴുക്കിയിട്ട് എൻ്റെ ചോട്ടിൽ കൂടെ വരും. പിള്ളേർക്കതൊക്കെ കളിക്കാനുള്ള വൃക്ഷമാണ്. അവിടെ കാണുന്നുണ്ടോ, വെള്ളം ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നില്ല, അതാണ് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ഉള്ളിലൊരു ചെറിയ ബാറുണ്ട്, ഇരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഏറ്റവും മുകളിൽ ടോപ്പിൽ കയറിയിട്ട് ഈ ട്യൂബ് കൂടെ അവിടെ ചോട്ടിൽ വരും. അത് പിള്ളേർക്ക് കളിയാണ്. ഇത് മുകളിൽ കയറാനായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് മസാജ് ചെയ്യണ അടുത്ത ഇതാണ്. സിൽവർ കളറിൽ ഇത് കാണില്ലേ, ഡ്രൂസ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ബബിൾസ് വെള്ളം ഇങ്ങനെ വരും. അത് നമുക്ക് മസാജ് ചെയ്യും, ദേഹത്തിലൊക്കെ മസാജ് ചെയ്യും. ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ചെയ്യാൻ പറ്റും. അവിടെ നടുക്കിൽ നിന്നിട്ട് വരും. ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഒരു സൈഡ് തുറന്ന് പിന്നെ അടുത്ത സൈഡ് അങ്ങനെയാണ് ചെയ്യണത് സാധാരണ. വെൽനെസ് ആൻഡ് റെസ്റ്റ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കാം, തുറക്കും. ഇത് ഇത് തുറന്നിട്ടില്ല കേട്ടോ. ഈ പിള്ളേർക്ക് ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ കളിക്കണ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. തോന്നുന്നു സമ്മറിലായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്യണത്. എന്തായാലും റെസ്റ്റ് റൂമാണിത്. ഇവിടെ ഇരുന്ന് ആൾക്കാർക്ക് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. വേണ്ടോ, ഷോൾഡർ മസാജ് ചെയ്യണേ. ഇതിന്നിങ്ങനെ ചൂടുവെള്ളം വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഷോൾഡറും ദേഹം മൊത്തം ഇങ്ങനെ മസാജ് ചെയ്യണ ഇതാണ്. രസമല്ലേ? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ എൻ്റെ മോളും കൂടെ കുറച്ചൊന്ന് മസാജൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം വീണയ്ക്ക് തിരിച്ചു പോകും.
യാ ഓക്കെ ഹോപ്പ് യു ഓൾ എൻജോയ് വിത്ത് മീ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്. കുറേ മുറികൾ തുറന്നിട്ടില്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് ഇതാണ് തുറന്നിട്ടുള്ളൂ. പക്ഷെ വലുതായിട്ട് റിനോവേറ്റ് ചെയ്ത് ഒത്തിരി ഇതായിട്ടുണ്ട്. അവിടെ സൗന എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ടല്ലോ, കണ്ടോ? അതിന് എക്സ്ട്രാ ഇതെടുക്കണം. അതായത് എന്താണ്, ചൂട് കയറാനുള്ളത്, ഡാംപ്, അതായത് ചൂട് കയറാനുള്ള മുറിയാണ്. ചൂട് കയറി നമുക്ക് ഭയങ്കര സൗണ്ടാണ് അവിടെ, ഒന്നും കേൾക്കുന്നില്ലതുകൊണ്ട്. അങ്ങനെ വിൻ്ററിൽ ഒരു ചെറിയ റിലാക്സാണിത്. ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്യാം, റിലാക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ തുറന്നിട്ടില്ല ഇപ്പോൾ. ഓക്കെ, തുറന്നിട്ടുള്ള ഭാഗമൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടാൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഓക്കെ, ലവ് യു ഓൾ ഡിയേഴ്സ്, ബൈ.